ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പ്രതാപൻ ശേഖരനോട് പറയുക, ഞാൻ ആ ഹരീഷിനെ വിളിച്ചൊന്ന് സംസാരിച്ചാലോ? സംസാരിക്കണം ചേട്ടാ, പക്ഷേ വലിയ പ്രയോജനമൊന്നും കാണില്ല. അവൻ ആ രുക്മിണിയുടെ മോനല്ലേ. നമ്മൾ എന്തായാലും ഇക്കാര്യത്തിൽ ഇടപെടണം ചേട്ടാ. അങ്ങനെ ശേഖരന് ഹരീഷിന് ഫോൺ ചെയ്തിട്ട് പ്രതാപൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാണ്. ഹരീഷ് ഫോൺ നോക്കിയിട്ട് ഇതാരായി വിളിക്കുന്നത് എന്നും പറഞ്ഞ് അവൻ ആ ഫോൺ അറ്റൻഡ് ചെയ്യുവാണ്. പ്രതാപൻ പറയുന്നു, ഞാൻ വർമ്മയാണ്. ഹരീഷ് വളരെ ദേഷ്യത്തോടെ, വർമ്മയോ? ഏത് വർമ്മ? അത് ഞാൻ പ്രതാപവർമ്മ. ഓ, സാറായിരുന്നോ? എനിക്ക് ആദ്യം മനസ്സിലായില്ല, സോറി. എന്താ സാറേ വിളിച്ചത്? ഹരീഷ്, അത് നിങ്ങൾ പോലീസ് കേസ് കൊടുത്തെന്നറിഞ്ഞു. ഓഹോ, അപ്പം മധ്യസ്ഥതയ്ക്ക് വിളിച്ചതായിരിക്കും അല്ലേ? പ്രതാപൻ വളരെ സൗമ്യമായിട്ടാണ് ഹരീഷിനോട് സംസാരിക്കുന്നത്. ഹരീഷേ, നിങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്. പെട്ടെന്നുള്ള വികാരം കൊണ്ട് എടുത്തുചാടി ഒന്നും പ്രവർത്തിക്കരുത്. പിന്നെ വിവേകം വരുമ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയെന്നിരിക്കും. എന്നാലേ ഹരീഷ് ഒരു തീരുമാനമെടുത്താൽ അത് നല്ല വിവേകത്തോടു കൂടി തന്നെ ആയിരിക്കും. ഹരീഷേ, രാധമ്മ മനഃപൂർവ്വം അങ്ങനെ ഒന്നും ചെയ്യില്ല. അവരൊരു പഞ്ചപാവം സ്ത്രീയാ. ഹരീഷ് വലിയ ദേഷ്യത്തിലും അഹങ്കാരത്തിലും അഹംഭാവത്തിലുമാണ് പറയുന്നത്. സാറിപ്പം മിനിസ്റ്ററും ഒന്നും അല്ലല്ലോ. അഥവാ ഇനി മിനിസ്റ്റർ ആയാൽ പോലും ഹരീഷിനൊരു പുല്ലുമില്ല. സാറെന്നല്ല, ഇനി ആര് വന്ന് പറഞ്ഞാലും ഞാൻ ഈ തീരുമാനത്തിൽ നിന്നും ഇനി പിന്നോട്ടില്ല. ഹരീഷെ, ഞാൻ പറയുന്നത് ഹരീഷ് ഒന്ന് ചിന്തിക്ക്. സാറ് പറയുന്നതൊക്കെ ഞാൻ ആലോചിക്കാം. എന്നാലേ ഒരു കാര്യം ചെയ്യ്, സാറിന് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരാൻ പറ്റുമോ? ഹരീഷിൻ്റെ ആ വാക്കുകൾ കേട്ട് പ്രതാപൻ ആകെ ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുവാണ്. ഹരീഷ് ചോദിക്കുക, എന്താ സാറേ, മറുപടി ഒന്നും ഇല്ലേ? ഇല്ലെങ്കിൽ സാറ് വെച്ചിട്ട് പോകണം. പ്രതാപനാകെ സങ്കടത്തോടെ ഫോൺ ഇങ്ങനെ ശേഖരൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. ഈ സമയം ഹരീഷിൻ്റെ അടുത്തോട്ട് രുക്മിണി വന്നിട്ട് ചോദിക്കുന്നു, ആരാടാ ഫോണിൽ? അതാ പ്രതാപവർമ്മ. പ്രതാപവർമ്മ, അവനോട് പോകാൻ പറയടാ. അവനിപ്പം മിനിസ്റ്ററും അല്ല, ഒരു തേങ്ങാപ്പിണ്ണാക്കും അല്ല. പ്രതാപൻ സങ്കടത്തോടെ ഇങ്ങനെ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നത് കണ്ടുകൊണ്ട് ശേഖരൻ ചോദിക്കുക, അവൻ സമ്മതിച്ചില്ല ഇല്ലേ ഏട്ടാ? ഞാൻ അന്നേരെ പറഞ്ഞില്ലേ ഏട്ടാ, അവൻ ആ രുക്മിണിയുടെ മകനാ. അവൻ്റെ നാവിൽ നിന്ന് നല്ല ഒന്നും വരില്ല. എൻ്റെ ചേട്ടൻ വിഷമിക്കാതെ, ഞാൻ വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. ഈ സമയം വേണുവേട്ടനെയും രാധമ്മയും പ്രിയയും ജയനും എല്ലാം ഇങ്ങനെ വീടിൻ്റെ ഉമ്മറത്ത് വിഷമിച്ചിരിക്കുക. ജയൻ പറയുക, ഇതിനു മുമ്പ് രാധമ്മ പലഹാരം ഉണ്ടാക്കി അവൾക്ക് കൊടുത്തിട്ടുള്ളതല്ലേ? അപ്പോൾ പ്രിയ പറയാം, അതെന്താ അമ്മമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്തുകൂടെ? പിന്നെന്തിനാ ജയേട്ടൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? എടി പ്രിയ, ഞാൻ പറഞ്ഞത് അത് തന്നെയാ. രാധമ്മ എന്തായാലും മനഃപൂർവ്വം ഉണ്ണിയപ്പത്തിൽ വിഷം ചേർത്ത് കലക്കി കൊടുക്കില്ലല്ലോ. ഇതിന്റെ കാരണം എന്താന്ന് നിനക്കറിയാലോ. രാധമ്മേ, എൻ്റെ അമ്മ കൊച്ചമ്മണിയല്ല. അത് കേട്ടിട്ട് പ്രിയ പറയാ, കൊച്ചമ്മണി ആയാലും വല്യമ്മണി ആയാലും ചിലപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴേ കയ്യവത്തൊക്കെ പറ്റിയെന്നിരിക്കും. അതൊക്കെ മനഃപൂർവ്വം ചെയ്തതാണെന്നൊന്നും പറയുന്നത് ശരിയല്ല. അങ്ങനെ പ്രിയ പറഞ്ഞതും ദേഷ്യത്തോടെ വേണുവേട്ടൻ ചാടി അങ്ങ് എഴുന്നേക്കുവാണ്. അപ്പോൾ രാധമ്മയ്ക്ക് പറ്റിയത് കയ്യബദ്ധം തന്നെയാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും അല്ലച്ചാ പറഞ്ഞത്. പിന്നെ എന്ത് ഉദ്ദേശിച്ചാടി നീ പറഞ്ഞത്? നിന്റെ മനസ്സിലിരിപ്പേ എനിക്ക് നല്ലതായിട്ട് മനസ്സിലായി. അച്ഛൻ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ജയൻ പറയുക, അനിയത്തിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൽ ചേച്ചിയായ അവൾക്ക് സങ്കടം കാണില്ലേ? അതുകൊണ്ട് അവൾ പറഞ്ഞു പോയതല്ലേ അച്ഛാ. എന്നാലേ ആ ദുഃഖം തീർക്കുന്നേ അമ്മയുടെ നെഞ്ചത്ത് തൊഴിച്ചോണ്ടല്ലടാ. പ്രിയ ഇപ്പം പണ്ടത്തെ ആളൊന്നും അല്ലല്ലോ. കുറച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുമല്ലേ. പ്രിയ പറയാ, ഇവിടെ എന്താ ആർക്കും ആരുടെ അഭിപ്രായം തുറന്നു പറയാൻ പറ്റില്ലേ? പട്ടാള നിയമമാണോ ഇവിടെ? അപ്പോഴങ്ങോട്ടൊരു പോലീസ് ജീപ്പ് വരുന്നുണ്ട്. പ്രിയ പറയാ, അയ്യോ നോണ്ട പോലീസ്. വീട്ടിലോട്ട് വന്ന പോലീസുകാരോട് വേണുവേട്ടൻ ചോദിക്കുന്നു, എന്താ സാറേ പിന്നെ? അതെ, രാധമ്മയോട് കുറച്ച് കാര്യങ്ങൾ ഇനിയും ചോദിച്ചറിയാനുണ്ട്. എന്ത് കാര്യമാണ് സംസാരിക്കാനുള്ളത്? എല്ലാം ഹോസ്പിറ്റലിൽ വെച്ച് സംസാരിച്ച് തീർത്തതല്ലേ? അപ്പോഴങ്ങോട്ടൊരു ബൈക്കിൽ രാജുവും മൃതികയും വരുന്നുണ്ട്. പോലീസുകാരൻ പറയുന്നു, അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് സംസാരിച്ചു, പക്ഷെ കാര്യങ്ങളൊന്നും അവിടെ കൊണ്ട് തീർന്നില്ല. സാറേ എന്തുവാ പറയുന്നത്? അതൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എടോ, തൻ്റെ ഭാര്യയുടെ പേരിൽ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന്. അത് കേട്ട് ഞെട്ടിയിട്ട് വേണുവേട്ടൻ ചോദിക്കുക, കംപ്ലൈൻറ്റോ? അത് ആര് തന്നെന്നാ? അപ്പോഴാ പോലീസ് ജീപ്പിന് ശ്രീലക്ഷ്മി ഹരീഷും അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ശ്രീലക്ഷ്മി പറയുക, കംപ്ലൈൻറ്റ് കൊടുത്തതേ ഞാനാ. ഫുഡിൽ വിഷം കലർത്തി തന്ന് എൻ്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ കൊന്നതിന്. ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് രാധമ്മ പറയുക, എൻ്റെ പൊന്നുമോളെ, ഞാൻ ഒരിക്കൽ കൂടി പറയുക, ഈ അമ്മ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇക്കാര്യത്തിൽ ഒരബദ്ധവും എൻ്റെ കയ്യിൽ നിന്നും പറ്റില്ല. ഉടനെ ഹരീഷ് ചോദിക്കുന്നു, പിന്നെ ഞങ്ങളുടെ കുഞ്ഞ് എങ്ങനെ മരിച്ചു? എൻ്റെ പൊന്നു മക്കളെ, ഇതിലെന്തോ ചതി നടന്നതാ. അതെ, ഇക്കാര്യത്തിൽ എന്തോ ചതി നടന്നിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഇക്കാര്യത്തിൽ ഒരു അബദ്ധം പറ്റില്ല. രാജു തറപ്പിച്ച് പറയുവാണ്. ശ്രീലക്ഷ്മി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവൾ പറയുക, ഇത് അബദ്ധം പറ്റിയതൊന്നുമല്ല, ഇത് മനഃപൂർവ്വം തന്നെ ചെയ്തതാ. വേണുവേട്ടൻ കരഞ്ഞുകൊണ്ട് പറയുക, മോളെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീ ഈ പറയുന്നതൊക്കെ നിന്റെ അമ്മയെക്കുറിച്ചാണ്. അത് മോളൊന്ന് ചിന്തിക്കണം. അതെന്താച്ചാ, അമ്മ തെറ്റ് ചെയ്താൽ അത് തെറ്റാകില്ലെന്നുണ്ടോ? എൻ്റെ കുഞ്ഞിനെ കൊന്നവരോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല.
തെറ്റ് ചെയ്തവരാരായാലും ശിക്ഷ അനുഭവിക്കണം. അതിന് തന്നെ ഞാൻ പോലീസ് പെറ്റീഷൻ കൊടുത്തത്. ചങ്ക് പൊട്ടി നിലവിളിക്കുന്ന രാധമ്മയെ കണ്ടിട്ട് രാജു ചോദിക്കുക, എടി ആരുടെ ആവശ്യപ്രകാരമാടി നീ കേസ് കൊടുത്ത് വന്നിരിക്കുന്നത്? അതെ, ആരുടെ ആവശ്യപ്രകാരമൊന്നും അല്ല, എനിക്കിതിന് ന്യായം കിട്ടണം. ദേഷ്യത്തോടെ ശ്രീലക്ഷ്മി ശ്രീ എന്നിങ്ങനെ അലറുന്നുണ്ട്. തൊട്ടുപോകരുത് നീ എൻ്റെ അടുത്ത്. ശ്രീലക്ഷ്മിയും അതേ ദേഷ്യത്തിൽ തന്നെ പറയുവാണ്. കൈക്കൂലി വാങ്ങിയ പോലീസുകാരൻ പറയുന്നു ഇതൊരു ഗുരുതരമായ കുറ്റാരോപണമാണ്. IPC സെക്ഷൻ 312 പ്രകാരം കേസെടുത്തിരിക്കുവാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതിയെ ചോദ്യം ചെയ്തേ പറ്റൂ. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേ ദാണ്ട രാധമ്മയുടെ ബോധം പൊയ്ക്കഴിഞ്ഞു. രാധമ്മയെന്ന് വിളിച്ച് എല്ലാവരും ഇങ്ങനെ അലറിക്കരയുവാണ്. രുക്മിണിയും അംബികയും ചേർന്നുള്ള കള്ളക്കേസാണല്ലോ ഇത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ആ പോലീസ് ഓഫീസറുടെ അടുത്ത് രുക്മിണി ഇരുന്ന കാര്യങ്ങളൊക്കെ പറയുവാണ്. അങ്ങനെ രണ്ടുപേരും എങ്ങനെയെല്ലാം കൊള്ളയടിക്കാമെന്ന് ചിന്തിച്ചിട്ട് പോലീസ് ഓഫീസർ പറയും, എന്താ രുക്മിണി അങ്ങനെ തന്നെ ചെയ്താൽ പോരെ, സാറ് പറയുന്ന പോലെ ചെയ്താൽ മതി. മാസ്റ്റർ പ്ലാനും മാസ്റ്റർ ബ്രെയിനും അംബിക മേഡത്തിൻ്റെ തന്നെയാണ്. പക്ഷേ ഇത് നടപ്പിലാക്കിയതേ ഞാനാ. എൻ്റെ ഒരു എമൗണ്ട് ഞാൻ അങ്ങോട്ട് പറയും. അപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റിലായ ശേഷം അതിങ്ങ് തന്നേക്കണം. അത് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ സാറേ? അതങ്ങ് തരത്തില്ലേ? അപ്പോൾ രാധമ്മയും കൂട്ടിയിട്ട് വേണിവേട്ടനെയും രാജുവും ഹൃതികയും പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ നിൽക്കുന്ന പോലീസുകാരൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാജു പറയുന്നു, SI സാറ് വരാൻ പറഞ്ഞിരുന്നു. അമ്മയുടെ പേരെന്താ? പേര് രാധമ്മ. എന്നാൽ ഞാൻ പോയി ചോദിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ആ പോലീസുകാരൻ ചെന്ന് SIയോട് പറയുന്നുണ്ട്. വിളിച്ചോണ്ട് വരാൻ അങ്ങനെ SIയും പറയുവാണ്. പൊട്ടിക്കരയുന്ന രാധമ്മയോട് ഹൃതിക പറയുന്നുണ്ട്, രാധമ്മ പേടിക്കല്ലേ, ഞങ്ങൾ എല്ലാവരും രാധമ്മയുടെ കൂടെയുണ്ട്, രാധമ്മ പേടിക്കല്ലേ, കരയാതെ. അങ്ങനെ അവരെല്ലാവരും SIയുടെ ക്യാബിനിലോട്ട് ചെല്ലുമ്പോൾ രുക്മിണി അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴേ രാജുവിനൊക്കെ കാര്യം മനസ്സിലാകേണ്ടതാണ്. പക്ഷേ രാജുവും പൊട്ടനാണല്ലോ. SI വലിയ ഗൗരവത്തിൽ ഇങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറയുമ്പോൾ രാജുവും വേണിവേട്ടന് നമസ്കാരം പറയുന്നുണ്ട്. എങ്കിലേ കൂട്ട നമസ്കാരമൊന്നും ഇവിടെ വേണ്ട, ക്ഷേത്രത്തിൻ്റെ തിരുനടയൊന്നും അല്ല. രാജു പറയാം, ഒരു സാമാന്യ മര്യാദയ്ക്ക് ചെയ്തു പോയതാ, വേണ്ടെങ്കിൽ വേണ്ട. ഇവിടെ നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണ്. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതിലിനി യാതൊരു സംശയവുമില്ല. രാജു പറയുക, ഞങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. തെളിവുകളല്ല ഈ സ്ത്രീക്കെതിരാ. കോടതിയും പോലീസും ഒക്കെ നോക്കുന്നത് തെളിവുകളല്ലേ മിസ്റ്റർ? എനിക്കൊരു കാര്യം മാത്രമേ നിങ്ങളിൽ നിന്ന് അറിയാനുള്ളൂ. അതായത് പ്രതിയായ രാധമ്മയെ അറസ്റ്റ് ചെയ്ത് കോടതിയിലാക്കണോ അതോ നിങ്ങളുടെ സെറ്റിൽമെൻറ്റിന് തയ്യാറാണോ? അത് സാറേ, സെറ്റിൽമെൻ്റ് എന്ന് പറയുന്ന സാർ എന്താണ് ഉദ്ദേശിച്ചത്? അതായത് പരാതിക്കാരിയായ ശ്രീലക്ഷ്മിയോട് അവളുടെ ഭർത്താവിനോട് ഞാൻ സംസാരിച്ചു. അതനുസരിച്ച് അവർ വിട്ടിരിക്കുന്നതാണ് ഈ രുക്മിണി മേഡത്തെ. കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുന്ന അവർക്കാണ്. അതുകൊണ്ടൊരു കോമ്പൻസേഷൻ കൊടുത്തേ പറ്റൂ. ഒരു ചെറിയ ഡിമാൻഡാണ് അവർ പറയുന്നത്, ഒരു 15 ലക്ഷം. എന്ത് പറയുന്നത്? ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നോ അതോ കോടതിയിലോട്ട് പോകുന്നോ? രാജു വേണുവേട്ടനെ രാധമ്മയെ ഒന്ന് നോക്കിയിട്ട് പറയുക, വേണ്ട സാർ, ഞാൻ കാശ് കൊടുത്തോളാം, എനിക്കൊരു 10 മിനിറ്റ് തരണം എന്നിങ്ങനെ രാജു പറയുമ്പോൾ ശരിയെന്നാ പോലീസുകാരൻ പറയുക. രാധമ്മ ഇങ്ങനെ പൊട്ടിക്കരയുക. അയാൾക്ക് ദേഷ്യം വന്നിട്ട് പറയുക, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? മകളുടെ കുഞ്ഞിനെ കൊന്നപ്പോഴേ ഓർക്കണമായിരുന്നു. അത് കേട്ടിട്ട് ഹൃതികയ്ക്ക് സഹിക്കുന്നില്ല. സാർ പ്ലീസ്, നിങ്ങൾ പറഞ്ഞ ഡിമാൻഡിന് ഞങ്ങൾ തയ്യാറായില്ലേ, പിന്നെ എന്തിനാ നിങ്ങളിങ്ങനെ ഹരാസ് ചെയ്യുന്നത്? രുക്മിണി ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുവാണ്. രുക്മിണി ഇങ്ങനെ ഒട്ടക്കണ്ണിട്ട് SIയെ നോക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. രാജുവും ഹൃതികയും പുറത്ത് വന്ന് നിന്നിട്ട് രാജുവിനോട് ഹൃതിക ചോദിക്കുന്നു, രാജു ഈ സമയത്ത് ഏത് ATM തുറന്നിരിക്കുന്നത്? അത് മാത്രമല്ല ATMയിൽ നിന്ന് അത്രയധികം പൈസ എടുക്കാനും പറ്റില്ലല്ലോ. ആ രുക്മിണിയുടെ അക്കൗണ്ട് നമ്പർ വാങ്ങിക്ക്, ഞാൻ എൻ്റെ കമ്പനി അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തോളാം. അതൊന്നും വേണ്ട ഋതു, ഫണ്ട് കുറച്ച് എൻ്റെ അക്കൗണ്ടിലും കിടപ്പുണ്ട്. എടാ മോനെ, നിൻ്റെ കയ്യിൽ എവിടാടാ ഫണ്ട്? അച്ഛാ, സ്വന്തം കാശിനെ ഞാൻ വീട് വാങ്ങിക്കുമെന്ന് പറഞ്ഞപ്പോൾ സാർ എനിക്കൊരു സാലറി അക്കൗണ്ട് തുടങ്ങിയിരുന്നു, അതുകൊണ്ട് 15 ലക്ഷം അതിൽ നിന്ന് എടുക്കാച്ചാ. അവരെന്തൊക്കെ പറഞ്ഞാലും പോയത് എൻ്റെ കൂടപ്പറപ്പിൻ്റെ കുഞ്ഞല്ലേ, അതിന് പകരമാവോ അച്ഛാ ഈ 15 ലക്ഷം? രാജു, എനിക്ക് ഈ കേസിൽ ഒരാളെ മാത്രമേ സംശയമുള്ളൂ, ആ രുക്മിണിയെ. അവരാ ഇത് ചെയ്തത്. അവരും ആ അംബികയും ഒറ്റ കയ്യ. ഹൃതിയെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ശേഖരനൊരു കാറിൽ അങ്ങോട്ട് വരുന്നിട്ടുണ്ട്. രാജു, ചേട്ടനോടെ വല്ലാതെ വിഷമിച്ചിരിക്കുക. കാര്യങ്ങളൊക്കെ എന്തായി? കാര്യങ്ങളൊക്കെ ഞങ്ങൾ സോൾവ് ചെയ്തു സാർ. അതെങ്ങനെ? ഒരു ചെറിയ സെറ്റിൽമെൻറ്റ്. അതിനാ രുക്മിണി വന്നിരിക്കുന്നത്. രാജു, കാശ് എത്ര വേണമെന്ന് പറഞ്ഞു? കാശ് ദാണ്ട ഞാൻ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാശൊന്നും വേണ്ട സാറേ, അതൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. സാറേ, പിന്നെ പ്രത്യേകിച്ച് പറയാൻ വർമ്മ സാർ കൂടുതലൊന്നും അറിയരുത്, എല്ലാം സോൾവ് ചെയ്തെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഋതു, എന്നാൽ ഋതു പറഞ്ഞതുപോലെ ഞാൻ കാശ് ട്രാൻസ്ഫർ ചെയ്യട്ടെ. ശരി രാജു, ഞാനും വരാം എന്നും പറഞ്ഞ് രാജുവും ഹൃതിയും ആ SIയുടെ മുന്നിലോട്ട് പോവുകയാണ്. എന്താ, ക്യാഷ് കൊണ്ടുവന്നില്ലേ നിങ്ങൾ? സാറേ, ഈ രാത്രി ക്യാഷ് എടുക്കാൻ ഏത് ബാങ്കാ തുറന്നിരിക്കുന്നത്? ഇവരുടെ അക്കൗണ്ട് നമ്പർ തരാൻ പറ, ഞാൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തേക്കാം. രുക്മിണി അങ്ങനെ വലിയ സന്തോഷത്തോടെ അക്കൗണ്ട് നമ്പർ രാജുവിന് പറയുന്നുണ്ട്. രാജു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. രുക്മിണിക്ക് SIക്ക് നല്ല സന്തോഷം. രണ്ടുപേരും ഇങ്ങനെ സന്തോഷത്തോടെ നോക്കുവാണ്. എന്തോ വലിയ പ്രശ്നം പരിഹരിച്ചതുപോലെ SI പറയാം, ദാണ്ട ഒരു കാര്യം പറഞ്ഞേക്കാം, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ദാണ്ട് ഈ പ്രശ്നം ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുന്നു. ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത്. രുക്മിണിയോടുകൂടിയാ പറയുന്നത്.
അങ്ങനെ രാധമ്മയും കൂട്ടി രാജുവും ഹൃതിയും അവിടുന്ന് പോവുകയാണ്. പോകുന്ന കൂട്ടത്തിൽ രാജു 2-3 പ്രാവശ്യം ആ SIയെയും രുക്മിണിയും തിരിഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെ മകൻ്റെ കുഞ്ഞിനെയും കൊന്നതിനുള്ള കൂലിയായിട്ട് 15 ലക്ഷവും വാങ്ങിച്ച് രുക്മിണി ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുവാണ്. പ്രതാപൻ ഇങ്ങനെ ആകെ വിഷമത്തിലിരിക്കുക. പോലീസ് സ്റ്റേഷനിൽ പോയ ശേഖരനെയും കാണുന്നില്ല, വിവരവും ഒന്നും അറിയുന്നില്ലല്ലോ. ശേഖരനെ ഒന്ന് വിളിക്കാം എന്നും പറഞ്ഞ് ഫോൺ എടുക്കുമ്പോൾ ദാണ്ടെ ശേഖരൻ അങ്ങോട്ട് വരുവാണ്. എന്തായി ശേഖര അവിടെ? കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്ത് ചേട്ടാ, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ശേഖരൻ പ്രതാപനോട് പറയുവാണ്. ശേഖരൻ ഇങ്ങനെ മനസ്സിൽ പറയാം, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിഷം എൻ്റെ ചേച്ചിയാണെന്നാണ് കരുതിയിരുന്നത്. ഇപ്പോൾ അതിനേക്കാൾ കൊടും വിഷമാണല്ലോ ഈ രുക്മിണി. ഇവരെയൊക്കെ ദൈവം എന്താ ഇങ്ങനെ വെറുതെ വിടുന്നത്? പോലീസ് സ്റ്റേഷനിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന രാധമ്മയുടെ അടുത്തോട്ട് ഉള്ള മീഡിയക്കാരെല്ലാം മയക്കും പിടിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട്. നിൽക്കണേ ഞങ്ങൾക്ക് കാര്യം അറിയണം. മകളുടെ കുഞ്ഞിനെ കൊല്ലാനുണ്ടായ കാരണം എന്താണ്? എന്തിനു വേണ്ടിയാണ് മകളുടെ കുഞ്ഞിനെ കൊന്നത്? പൂർവ്വ വൈരാഗ്യമാണോ? ശത്രുതയാണോ? അവരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയുവാണ് രാധമ്മ. രാജുവും ഹൃതിയെ അവരെ മാറ്റാൻ ശ്രമിക്കുന്നെങ്കിലും അതൊന്നും അവർ മാറുന്നില്ല. കാരണം ഇതൊക്കെ അംബിക നേരത്തെ ഇടപാട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് രാജുവിൻ്റെ കുടുംബത്തെ നാറ്റണമെന്ന്. ഇമാതിരിയുള്ള ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് വന്നാൽ എല്ലാത്തിനും ഞാൻ ശരിപ്പെടുത്തും എന്ന് രാജു ഇങ്ങനെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഞങ്ങളോട് കളിക്കല്ലേ സാറേ, കളിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ മാധ്യമക്കാരാ, സാറിന് അറിയാവോ എന്നൊക്കെ പറഞ്ഞ് അവർ വിരട്ടുന്നുണ്ട്. കുറെ ചാനലുകാർ വന്നേക്കുന്നത് മാറിപ്പോയ്ക്കോ എന്നും പറഞ്ഞ് അവരുടെ മയക്കി പിടിച്ച് തള്ളിയിട്ട് രാജുവും ഹൃതിയും കൂടെ രാധമ്മയും കൊണ്ട് കാറിൽ കയറി അങ്ങ് പോവുകയാണ്. അമ്മ എന്തോ വലിയ പുണ്യപ്രവർത്തി ചെയ്തെന്നും അമ്മായിയമ്മ മരുമകളെ പൊന്നുപോലെ സ്വീകരിച്ചെന്നും കരുതി ശ്രീലക്ഷ്മിയും ഹരീഷും ഇങ്ങനെ സന്തോഷത്തോടാണ് നിൽക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയ അമ്മയെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ ഹരീഷ് പറയുമ്പോൾ ശ്രീലക്ഷ്മി പറയുന്നുണ്ട്, അമ്മ വരും ഹരീഷെ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനല്ലേ പോയിരിക്കുന്നത്. അതല്ല ശ്രീ, എൻ്റെ അമ്മയും അത്ര മോശമൊന്നും അല്ലല്ലോ, അവരുടെ നാവും അത്ര നന്നല്ല. ഇനി പോലീസുകാരോട് വല്ല തർക്കമോ വഴക്കോ വല്ല ഉണ്ടാക്കി കാണുമോ? അങ്ങനെയൊന്നും ആവില്ല ഹരീഷെ, എവിടെ പോയാലും നൈസായിട്ട് തിരികെ വരും. അങ്ങനെയാ എൻ്റെ അമ്മായിയമ്മ. ശ്രീലക്ഷ്മിയുടെ സന്തോഷവും വിശ്വാസവും കണ്ടിട്ട് ഹരീഷ് പറയുന്നു, ഒരമ്മായിയമ്മയും മരുമോളും ഇത് എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് ഓർത്തിട്ടാ എൻ്റെ സംശയം. അപ്പോൾ രുക്മിണി അങ്ങോട്ട് വരുന്നുണ്ട്. ഹരീഷ് ചോദിക്കുന്നു, എന്തായമ്മേ പോലീസ് സ്റ്റേഷനിൽ? എന്താകാനാ? ആ SI രാധമ്മയെ കുറേ അങ്ങോട്ട് വരട്ടി, എന്നിട്ട് സമരിയാക്കി പറഞ്ഞു വിട്ട്. മേലാലിനി നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു പോകരുതെന്ന് ഒരു താക്കീതും കൊടുത്തു. പിന്നെ കുഞ്ഞ് നഷ്ടപ്പെട്ടതല്ലേ, എന്തെങ്കിലും കോമ്പൻസേഷൻ വാങ്ങി തരണോന്നാ SI എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത്തരം പിച്ചക്കാശൊന്നും ഞങ്ങൾക്ക് വേണ്ടാന്ന്. അത്തരം തരം താഴ്ന്നവരല്ല ഞങ്ങളെന്നേ ആ SIയുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു. അമ്മയെ നന്നായിട്ട് അറിയാമെങ്കിലും ആ പൊട്ടൻ ഹരീഷ് പറയുന്നു, അതെന്തായാലും നന്നായമ്മേ, പോയതെന്തായാലും ഞങ്ങളുടെ കുഞ്ഞല്ലേ, പിന്നെ എത്ര കോമ്പൻസേഷൻ കിട്ടിയിട്ട് എന്താകാനാ? എൻ്റെ മോൻ വിഷമിക്കാതെ, പോയത് പോയി, എന്തായാലും എനിക്ക് എൻ്റെ മോളെ തിരിച്ചു കിട്ടിയല്ലോ. ശ്രീലക്ഷ്മിയെ നോക്കിയിട്ട് പറയുക, ഒരാപത്തും വരുത്താതെ എൻ്റെ പൊന്നുമോളെ എനിക്ക് തിരിച്ചു തന്ന ദൈവത്തിന് 1000 നന്ദി. രുക്മിണിയുടെ ആ കള്ള അഭിനയം മനസ്സിലാകാതെ ഹരീഷും ശ്രീലക്ഷ്മിയും ഇങ്ങനെ നിൽക്കുവാണ്. രാധമ്മയുടെ ചങ്ക് പൊട്ടിയുള്ള കരച്ചിൽ കണ്ടിട്ട് വേണുവേട്ടനും രാജുവിനും ഹൃദയയ്ക്കും സഹിക്കുന്നില്ല. എൻ്റെ രാധമ്മയെ നീ ഇങ്ങനെ കരയല്ലേടി എന്നൊക്കെ പറഞ്ഞ് വേണുവേട്ടൻ സമാധാനിപ്പിക്കുന്നുണ്ട്. എൻ്റെ അമ്മ ആകെ തകർന്നു പോയി ഋതു, എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല. സങ്കടത്തോടെ ഹൃതിക പറയുക, രാജു ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു മാനസികാവസ്ഥയിൽ രാധമ്മയെ നമുക്ക് രാജുവിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകണ്ട, എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയാൽ മതി. 2 ദിവസം നമുക്ക് അവിടെ നിർത്താം. ഈ സിറ്റുവേഷനൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് രാജുവിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാം. എന്നാൽ പിന്നെ അങ്ങനെയാകട്ടെ, അമ്മയെ വാ എന്നും പറഞ്ഞ് അവരെല്ലാവരും കൂടെ ഹൃതികയുടെ വീട്ടിലോട്ട് വരുവാണ്. അവരങ്ങോട്ട് വരുമ്പോഴേക്കും യാമിനി വളരെ സ്നേഹത്തോടെ രാധമ്മയെന്ന് വിളിച്ച് ഓടി ചെല്ലുവാണ്. രാധമ്മയെ സങ്കടപ്പെടല്ലേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ്, രാധമ്മയോടൊപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട്, രാധമ്മ ഇനി കരയല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുമ്പോഴേക്കും ശേഖരനും വരുന്നുണ്ട്. ശേഖരനും രാധമ്മയെ സമാധാനിപ്പിക്കുവാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഇത് കേൾക്കുന്ന ആരും വിശ്വസിക്കില്ല രാധമ്മ അങ്ങനെ ചെയ്യുമെന്ന്. ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു വലിയ ചതി നടന്നിട്ടുണ്ട്. രാജു, അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എൻ്റെ ചേച്ചി അംബികയും ഈ രുക്മിണിയും വലിയ കൂട്ടാണ്. രാധമ്മ സമാധാനത്തോടെ ഇരിക്കും. യാമിനി പറയാ, ഞാനൊരു അഭിപ്രായം പറയട്ടെ, ഇനി കുറേ നാളത്തേക്ക് രാധമ്മ ആ വീട്ടിലോട്ട് പോകണ്ട, രാധമ്മ ഇവിടെ താമസിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ കൂടാ, മനസ്സിന്റെ വിഷമമൊക്കെ കുറഞ്ഞിട്ട് പിന്നെ വീട്ടിലോട്ട് പോയാൽ മതി. അപ്പോഴങ്ങോട്ട് തുള്ളി പറഞ്ഞ് അംബിക വരുന്നുണ്ട്. പിന്നെ ഇത് വഴിപോക്കർക്ക് വന്നു കയറാനുള്ള സത്രമല്ലേ? ശേഖരൻ പെട്ടെന്ന് യാമിനിയോട് പറയാം, യാമിനി വേണുവേട്ടനും രാധമ്മയ്ക്കും കൂടി ഒരു റൂം കാണിച്ചു കൊടു, അവരൊന്ന് കുളിച്ച് ഫ്രഷ് ആകുമ്പോഴത്തേക്കും മനസ്സിന് പകുതി ആശ്വാസമാകും. അംബികയെ വിടാൻ പ്ലാനില്ല, നിൽക്കവിടെ, ഞാനേ ഒരു മന്ത്രിയാ. അപ്പോൾ ഹൃതിക പറയാം, നിങ്ങൾ മന്ത്രിയാണെന്ന് ഞങ്ങളെന്ത് വേണം? ഞങ്ങൾ തൂങ്ങിച്ചാകണോ? അതോ ഈ രാജ്യം വിട്ടു പോകണോ? അതൊന്നുമല്ല, ഒരു മന്ത്രി ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഇമേജുള്ള ഒരു സ്ത്രീ ഇവിടെ ജീവിക്കാൻ പാടില്ല. അംബിക ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ദേഷ്യത്തോടെ അംബികയെ നോക്കുവാണ്.
അപ്പോൾ ഫ്രണ്ട്സ്, അംബികയുടെ ഈ വാക്ക് ഇവിടെ ആരെങ്കിലും പാലിക്കുമോ? ഇനി പുറത്തു പോകാൻ പോകുന്നത് അംബികയാണോ അതോ രാധമ്മയാണോ? ആ വീട് ഋതികയുടെ പേരിലായപ്പോൾ അംബികയ്ക്ക് ആ വീട്ടിൽ നിന്ന് പറയാനോ ഇങ്ങനെ അധികാരം പുറപ്പെടുവിക്കാനോ യാതൊരു അവകാശമില്ല. മിക്കവാറും ഇതോടുകൂടി അംബിക ആ വീട്ടിൽ നിന്നും പുറത്തായേക്കും എന്നുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.